ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി സ്റ്റൈൽ ദം ബിരിയാണിയാണ്. ഒരു 30 ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു 5 കിലോ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. 2.25 കിലോ മട്ടനും 2 കിലോ റൈസും എല്ലാം കൂടി ഒരു 5 കിലോൻ്റെ മട്ടൻ ബിരിയാണി ആക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇപ്പോൾ പെരുന്നാളൊക്കെ വരുന്നല്ലേ, സോ ഇറ്റ് ബി യൂസ്ഫുൾ ഫോർ യു ഓൾ. സോ ലെറ്റ് സ്റ്റാർട്ട് മേക്കിംഗ്. സോ ബിരിയാണിക്കുള്ള ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. സോ ഫസ്റ്റ് ആവശ്യമുള്ളത് നല്ല ക്വാളിറ്റി ബിരിയാണി ജീരകശാല റൈസാണ്. പിന്നെ നല്ല ക്വാളിറ്റി മട്ടൻ ചങ്കി പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്ക് പെർഫെക്റ്റ് ആയിരിക്കും. സോ ബിരിയാണിക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ലെഗ് പീസ് എടുത്താൽ മതി. നല്ല ഫ്ലഷും ചങ്കി ആയിട്ടുള്ള പീസസ് കിട്ടും. ഫസ്റ്റ് നമുക്ക് ഓയിലിൽ ഒരു 4 മീഡിയം സൈസ്ഡ് ഓണിയൻ പൊരിച്ചെടുക്കണം. അതേ ഓയിലിൽ നമുക്ക് ഒരു 8 ഓണിയൻസ്, സ്ലൈസ്ഡ് ആയിട്ടുള്ള ഓണിയൻസ് നമുക്കൊന്ന് നല്ലോണം ഒരു ലൈറ്റ് പിങ്ക് ആകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കണം. അതിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ ഫാസ്റ്റ് ആവും പ്രോസസ്സ്. നെക്സ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 കപ്പ് ഓഫ് ഗാർലിക്കാണ്. ഇതെല്ലാം പച്ചമണം പോകുന്നവരെ ഒന്ന് സോട്ടാക്കി എടുക്കണം. വലിയ വലിയ മെഷർമെൻറ്റ്സ് ആയതുകൊണ്ട് കപ്പ് കണക്കിലാണ് പറയുന്നത്. നെക്സ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് 3/4 കപ്പ് ഓഫ് ജിഞ്ചറാണ്. എല്ലാം പേസ്റ്റാക്കിയിട്ട് അരച്ച് വെച്ചതാണ്. നെക്സ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളക്, ക്രഷ്ഡ് ആയിട്ടുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊന്ന് നമുക്ക് പച്ചമണം പോകുന്നവരെ ഒന്ന് സോട്ടാക്കി എടുക്കണം. നെക്സ്റ്റ് നമുക്ക് ഇടേണ്ടത് തക്കാളിയാണ്. ഒരു ഫൈനലി ചോപ്പ് തക്കാളി, ഒരു 8 മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ട് ഒന്ന് നല്ലോണം സോട്ടാക്കി എടുക്കണം. നെക്സ്റ്റ് ഇടേണ്ടത് മട്ടനാണ്. മട്ടന് ഒരു ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. 2.25 കിലോ മട്ടൻ ഒന്ന് വലിയ ചങ്കി പീസസ് ആയിട്ട് മുറിച്ചിട്ട് അതിന് നെക്സ്റ്റ് ഇടേണ്ടത് നമ്മളെ കൊത്തമല്ലിൻ്റെ തണ്ടാണ്. ആ സ്റ്റിക്സ് നല്ല ഫ്ലേവർഫുള്ളാണ്. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും, ഒരു 4 ഓണിയൻസിൻ്റെ പൊരിച്ച് വെച്ച ഉള്ളിയാണ്. അതും കൂടി ഇളക്കിയിട്ട് ഒരു 1 കപ്പ് ഓഫ് കേർഡ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി എടുത്തിട്ട് നല്ല സോഫ്റ്റ് മോയ്സ്റ്റ് മട്ടൻ കിട്ടാൻ വേണ്ടിയാണ് ഈ കേർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 30 to 40 മിനിറ്റ്സ് വേവിച്ചെടുക്കണം സിമ്മറിൽ. പിന്നെ നമുക്ക് മല്ലിച്ചപ്പിൻ്റെ ഇലയും ഗരം മസാല പൊടി 2 ടീസ്പൂണും ഒരു 10 ചെറുനാരങ്ങ നീര് സീഡ്സ് കളഞ്ഞിട്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലോണം ഇളക്കിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിപ്പും എല്ലാം ബാലൻസ് ആവുന്ന ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ റെഡിയാക്കി അവിടെ വെക്കണം. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെക്ക് ചെയ്താൽ നമ്മൾ മസാല റെഡിയാണ്. നെക്സ്റ്റ് നമുക്ക് റൈസ് ഒന്ന് കഴുകി വൃത്തിയാക്കണം. നല്ല വെള്ളം ക്ലിയർ ആകുന്നവരെ കഴുകി വൃത്തിയാക്കണം. ഒരു 2 കിലോ നെയ്ച്ചോറാണ് ആക്കാൻ പോകുന്നത്. സോ 1 കപ്പ് ഇസ് ഇക്വൽ ടു 2 കപ്സ് ഓഫ് വാട്ടർ. ഫസ്റ്റ് ഒന്ന് നല്ല കഴുകി വൃത്തിയാക്കി നമുക്ക് സ്ട്രെയിൻ ആക്കി വെക്കണം. പിന്നെ നമുക്കൊരു ബിരിയാണി ചെമ്പിൽ, ഒരു വലിയ സൈസ് ബിരിയാണി ചെമ്പിൽ 1 കപ്പ് ഓഫ് ഓയിലും 1 കപ്പ് ഓഫ് ഗീയും ഇട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പട്ട, കറാമ്പ്, ഏലക്കായ്, നമുക്ക് ഒരു 10 ഏലക്കായും 10 ക്ലോവ്സും പിന്നെ സ്റ്റിക്ക് ഒരു 3-4 ഇട്ടിട്ട് കുറച്ച് ഉള്ളി ഇട്ടിട്ട് സ്ലൈസ്ഡ് ഓണിയൻ ഇട്ടിട്ട് നമുക്കൊന്ന് സോട്ടാക്കി ഇട്ടിട്ട് നമ്മൾ ക്ലീനാക്കി വാർത്തി വെച്ച് റൈസ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം സോട്ടാക്കണം. ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി ഒരു കളർ കുറച്ച് ലൈറ്റ് യെല്ലോ ആയാൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചെടുക്കണം. 1 കപ്പ് ഓഫ് റൈസിന് 2 കപ്സ് ഓഫ് വാട്ടറാണ്. സോ ഏകദേശം ഒരു 5 കപ്സ് ഓഫ് റൈസിന് 10 ഗ്ലാസ് വാട്ടറും പിന്നെ അതിൽ നമുക്ക് 2 ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കണം. പിന്നെ വെള്ളം ഇങ്ങനെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അതിനെല്ലാം ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് നല്ലോണം ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് പൂട്ടി വെക്കണം. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ, സിമ്മറിൽ 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് റെഡിയാണ്. നെക്സ്റ്റ് നമുക്ക് ദമ്മിടാൻ വെക്കണം. ഫസ്റ്റ് മസാല ചൂടിലെങ്കിൽ ഒന്ന് ചൂടാക്കിക്കോ, നല്ലോണം പെട്ടെന്ന് ദമ്മ് കയറും. സോ നമുക്ക് ലെയേഴ്സ് ആക്കാൻ വേണ്ടി കുറച്ച് മസാലിൻ്റെ നീരെടുത്ത് വെക്കണം. പിന്നെ കുറച്ച് നീരിങ്ങനെ നടുക്കിട്ട് കൊടുക്കണം. പൊരിച്ച് വെച്ച ഉള്ളിയും കുറച്ച് പൊട്ടിച്ച് വെച്ച എണ്ണയുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു സോഫ്റ്റ് മോയ്സ്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടും. സോ നെക്സ്റ്റ് ലാസ്റ്റ് ലെയറിൽ നമുക്ക് ഉള്ളിയും മല്ലിയിലയും ഇട്ടിട്ട് നമുക്ക് നല്ലോണം അടിച്ച് വെച്ചിട്ട് വേണം ദമ്മ് കയറ്റാൻ വെക്കണം. ഒരു സ്ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ദമ്മാക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ ചോറും മിക്സാക്കി വെക്കണം. കുറച്ച് മസാല ഇട്ട് മിക്സാക്കിയിട്ട് നമുക്ക് വേറെയാണ് ഇതുപോലെ സെർവ് ചെയ്യേണ്ടത്. ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ഫ്രൈഡ് ഓണിയൻസ്, മല്ലിയില, പൊരിച്ച് കാഷ്യൂസ് ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യണം. അങ്ങനെ നമ്മൾ തലശ്ശേരി ദം ബിരിയാണി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.